ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് ആ പടക്കം പൊട്ടികളൊന്ന് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളൊന്ന് മാറിക്കൊടുക്കുക. ആ പടക്കം പൊട്ടിക്കലൊന്ന് നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. ഈ വി.ഡി. സതീശൻ നയിക്കുന്ന ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും അദ്ദേഹത്തെ ഈ പാതയിലെ മണൽത്തരികൾ മാത്രമാകില്ല, പിണറായി വിജയൻ സർക്കാരിന്റെ വാരിയല്ലുകൾ കൂടിയായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. അദ്ദേഹം പോകുന്നത് വെറുമൊരു യാത്രയായിട്ടല്ല, കേരളത്തെ വരും കാലങ്ങളിൽ നമ്മുടെ വി.ഡി. സതീശൻ സാറ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഒരു സ്വീകരണ കേന്ദ്രത്തിലുള്ള സ്വീകരണ രംഗമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതും അങ്ങ് പടക്കം പൊട്ടിച്ചിട്ട് ആൾക്കാരങ്ങ് ആഘോഷിച്ചു. കാരണം അദ്ദേഹം പറയുന്നതൊന്നും നാട്ടുകാർ കേൾക്കരുത് എന്നൊരു ഉദ്ദേശം ഇവർക്കാർക്കൊക്കെ ഉള്ള പോലെ തോന്നി. അത് കേട്ടതുണ്ടല്ലോ, ഈ ചിലയിടത്തില്ലേ മരുന്നുമണി സമയത്ത് ഈ ആനയ്ക്ക് മതളകുക, അതുപോലെയാണ് നമ്മുടെ സതീശൻ സാറിന് ദേഷ്യം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടത്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പിണറായി സഖാവിനാണ് ഇത്തരം ദേഷ്യങ്ങളൊക്കെ വരിക എന്നാണ്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്ന നമ്മുടെ സതീശൻ സാറിൻ്റെ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പൊതുവെ ശാന്തനാണ്, അല്ലെങ്കിൽ ഭാവിയിൽ പിണറായിയെ പോലെയൊന്നും പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. വളരെ ശാന്തമായി ജനങ്ങളോടൊക്കെ വളരെ നന്നായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഭാവി മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത്. UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല. ആരാ മുഖ്യമന്ത്രി എന്ന ചോദ്യം ചെന്നിത്തലയ്ക്ക് മോഹമുണ്ടെന്നറിയാം, ശശി തരൂരിന് മോഹമുണ്ടെന്നറിയാം, പിന്നെ അങ്ങ് അവിടുന്ന് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വരാനുണ്ട്, അദ്ദേഹത്തിന് മോഹമുണ്ടെന്നറിയാം, പിന്നെ മുരളീധരന് മോഹമില്ലാതിരിക്കുമോ? അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഉറപ്പാണ് അത് സതീശൻ സാറിന് തന്നെ ആയിരിക്കും. കാരണം ഈ പട നയിക്കുന്നത്, നവയുഗ യാത്ര നയിക്കുന്നത് അദ്ദേഹമായതുകൊണ്ട് ആ സ്ഥാനം UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ കിട്ടുമോ കിട്ടില്ല എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഈ പടക്കം പൊട്ടിയ പോലെ പൊട്ടിപ്പോകുമെന്നും നമുക്കറിയില്ല. എന്തായാലും ഈ പടക്കം പൊട്ടിച്ചതിൽ അദ്ദേഹം തൃപ്തനല്ല. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു ചില കാഴ്ചകളും കൂടെ ഉണ്ട് കേട്ടോ. ഈ പിണറായിയെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഇദ്ദേഹം എത്തരത്തിലൊക്കെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത്. പേടിച്ചു പോയി കേട്ടോ സത്യത്തില്. അയ്യോ, സതീശൻ സാർ എന്താ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കണമെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. അയ്യോ, ഭാഗമാണ് അത്. വേണ്ട, എന്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതും പറയും. അല്ല, വേറെ വല്ലതും പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും ഞാൻ സംസാരിക്കും. കണ്ട് സതീശൻ സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നോ മറ്റോ ഈ പത്രലേഖകർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ മറുപടി പറയില്ല, നിങ്ങളോടൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടു പോകുന്നതാണ് കണ്ട്. വളരെ ശാന്ത സ്വരൂപനായ ഒരു പ്രതിപക്ഷ നേതാവാണ്. ഈ അടുത്ത മുഖ്യമന്ത്രിയാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവിൻ്റെ ഒരു ചെറിയ ഗുണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഞാനല്ലേ ഇങ്ങോട്ട് നോക്കി എന്താ അങ്ങോട്ട് നോക്കിയാൽ വല്ലതും പറ്റുമോ? അങ്ങോട്ട് നോക്കിയാൽ സംഭവിക്കുക. ചെയറിനെ നോക്കിയല്ലേ സംസാരിക്കുന്നത്? അങ്ങോട്ട് നോക്കിയല്ലേ സംഭവിക്കുക? നോക്കാൻ പാടില്ലേ? അവരുടെ തിരിക്കാൻ പറഞ്ഞല്ലോ. ഇവിടത്തെ ഈ സഭയിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെ നോക്കി സംസാരിക്കാൻ പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തു. എന്താ കുഴപ്പം? ചോദ്യം ചെയ്യും. അവിടെ ഇരിക്കാൻ പറഞ്ഞല്ലോ. അവരോട് ഇരിക്കാൻ പറഞ്ഞല്ലോ. കുഴപ്പം പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞല്ലോ. അല്ലല്ല, അവിടെ രണ്ടുപേരെ എഴുന്നേറ്റ് നിന്ന് അത് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കട്ടെ. അല്ലല്ല, അതെന്താ ഭീഷണിപ്പെടുത്തുന്നു? താങ്കളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ പറഞ്ഞിട്ടെ പറഞ്ഞല്ലോ. എന്തായാലും ഈ പുതുയുഗ യാത്രയുടെ ചില വിശേഷങ്ങൾ നമ്മുടെ M. സ്വരാജ് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു സരസമായ ഭാഗം നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്താം. ഇത്തരം തമാശകൾ നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അത്തരം തമാശകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം, താങ്ക് യു. ഏതോ ഒരു ജാഥയുടെ സ്വീകരണ വേദിയിൽ ഒരു നേതാവ് വേറൊരു നേതാവിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു.
ഒരാളെ പിടിച്ചു തള്ളി വേറൊരാളെ ചവിട്ടിത്തള്ളി താഴെ ഇട്ടു. ഇതാണ് വാർത്ത അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അവരായി അവരുടെ ജാഥയായി ഞങ്ങളുടെ നേതാവിനെ ചവിട്ടിയ നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചവിട്ടിക്കോ, നിങ്ങൾ തള്ളിയിട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇത് പുതിയ അനുഭവമല്ല. KPCCയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്ത ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്കതിപ്പോ മൈക്കിൽ കൂടി പറയാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ് വരാൻ 1 മിനിറ്റ് വൈകിയതാണ്. ചാനൽ ക്യാമറകൾ, ചാനലിന്റെ മൈക്കുകൾ എല്ലാം ഓണാണ്. മൈക്കെല്ലാം ഓൺ ചെയ്ത് വെച്ചിരുന്നതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് KPCC പ്രസിഡന്റ് തന്റെ സാംസ്കാരിക ഔന്നത്യം വെളിപ്പെടുത്തും വിധം തന്റെ സഹപ്രവർത്തകനെ ഓമന പേരിട്ട് വിളിച്ചത്. ഇത് കേട്ട് പെട്ടെന്ന് വനിതാ കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തെ തടഞ്ഞു പറഞ്ഞു, പതുക്കെ മൈക്ക് ഓണാണ്, ചാനൽ മൈക്കും ക്യാമറയും ഓണാണ്. അപ്പൊ അദ്ദേഹം പിന്നെ അവിടെ നിർത്തി. എന്തൊരു സാഹോദര്യം, എന്തൊരു സംസ്കാരം, എന്തൊരു പരസ്പര ബഹുമാനം. മറ്റൊരിക്കൽ ഇവർ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചാനൽ മൈക്കിന് വേണ്ടി പിടിവലി. ഞാൻ ആദ്യം പറയും അല്ലേ? ആരാദ്യം പറയും? അതായിരുന്നു തർക്കം. എന്നാ പിന്നെ താൻ തന്നെ അങ്ങ് പറ എന്ന് പറഞ്ഞ് നീക്കി വെച്ചു കൊടുത്തു. പക്ഷേ ഈ കൂട്ടരാണ് ഇപ്പോ കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്.